ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ പൊക്കറയിൽ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം. നല്ല സ്ട്രീറ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയണ്ടേ, എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കുവാണ്. ഷോ യു. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ട്രക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് എടുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കെന്താ സത്യം പറഞ്ഞാൽ എനിക്ക് നടക്കാൻ വയ്യ. എല്ലാം കൂടി എടുത്ത് വന്നിട്ട് എനിക്ക് 5 മിനിറ്റ് പോലും നടക്കാൻ വയ്യ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലിൽ അവിടെ സ്റ്റോറേജ് റൂമുണ്ട്. അവിടെ നമുക്ക് ട്രക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി സാധനങ്ങൾ എന്തൊക്കെ അവിടെ കീപ്പ് ചെയ്യാം. പാക്കേഴ്സ് ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡോർമേറ്ററി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് റൂമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ വണ്ടർഫുൾ നൈസ് ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. കണ്ടോ, നല്ലൊരു അസ്തറ്റിക് മൂഡുണ്ട് ഇവിടെ. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ദിസ് പ്ലേസ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ അത്യാവശ്യം നന്നായിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് പറ്റും. അടിപൊളി ആംബിയൻസ്, സമാധാനം. അതാണ് ഇവിടെ നമുക്ക് പോകാനായിട്ടുള്ള മാപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുണ്ട് കേട്ടോ, എന്താ പറയുക, സ്റ്റോറേജ് റൂമുണ്ട്. സ്റ്റോറേജ് റൂം ഇവിടെ അല്ല, നമുക്ക് വേണമെന്ന് വേറൊരു സൈഡിലാണ് സ്റ്റോറേജ് റൂം അവൈലബിൾ ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രക്കിന് പോകുന്നതിന് മുമ്പായിട്ട് നല്ല പെയിൻറ്റിങ്സൊക്കെ വരച്ചിട്ടുണ്ട് ഇവർ. വാവ്. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. അപ്പോൾ ട്രക്കിന് വരാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാതിരിക്കാം. അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇവിടെ റെൻറ്റിന് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടുത്തെ വെതറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തണുപ്പൊന്നുമില്ല. നമ്മുടെ നാട്ടുകാരുള്ള പോലെ തന്നെ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഹ്യൂമിഡിറ്റി ഇത്തിരി കുറവാന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ വലിയ തണുപ്പോ, എനിക്ക് നോർമലി ഈ തണുപ്പ് പറ്റാത്ത ഒരാളാണ്. പക്ഷെ തണുപ്പൊന്നുമില്ല. നല്ല ഇനിയിപ്പോൾ നമ്മൾ ABC പോകുമ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. ഇവിടെ ഓക്കെയാണ്. റെൻറ്റിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ട്രക്കിങ്ങിൻ്റെ പല റെൻ്റ് എടുക്കാനുള്ള കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നു. ട്രക്കിങ്ങൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ
ബെറ്റർ ഇവിടെ വന്നിട്ട് റെൻറ്റിന് എടുക്കുന്നതാണ്. അത്ര വലിയ പൈസ ഒന്നും വരുന്നൊന്നുമില്ല റെൻറ്റിന്. വന്നിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് റെൻറ്റിന് എടുത്തിട്ട് നല്ല രീതിയിൽ ട്രക്ക് ചെയ്യാനായിട്ട് വരും. എന്തുകൊണ്ടും നല്ലത് നാട്ടിൽ നിന്ന് വരുമ്പം ഒരുപാട് സാധനങ്ങൾ ട്രക്കിന് കൊണ്ടുവരാതിരിക്കുക. ഇപ്പോൾ സെയിലിനൊക്കെ ആയിട്ട് തന്നെ ഇവിടെ 1500 2500 അങ്ങനെയൊക്കെ തന്നെ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. റെൻറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. കാരണം നീ എന്തോ റെൻ്റ് എടുക്കാനായിട്ടുള്ള ഒരാവശ്യമില്ല. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ ഒരുവിധം അത്യാവശ്യം ട്രക്കിന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ റെൻറ്റിന് കിട്ടും. ഇപ്പോൾ ട്രക്കിംഗ് പോള ആയാലും എല്ലാം ഉണ്ട്. ഷോക്സ് വരുന്നുണ്ട്, എല്ലാം അവൈലബിൾ ആണ്. 안 나요 지금. My name is Harsha and recently I completed Annapurna Base Camp Trek and it was like amazing. How was your experience? It was amazing, like the path to the trek, it was great. It is little tough if you are not fit. I think you should be like prepared for that. Okay. And on top of it, it will take like more effort to reach it. How many days you? So we were thinking to complete it in 5 days, but my friend, he was very slow. So we completed it in 6 days. So the views are very breathtaking. And what about the weather and all? the weather was also good. Sometimes it was sunny, not too sunny, but it was ideal for a trek. And sometimes it was cloudy. While going, sometimes you will feel cold. Okay. Sometimes you will feel hot. When you wear jacket, you will feel cold. As soon as you wear jacket and go like 5 minutes, you will feel hot. It's like that. But it was a amazing Anyway, experience. it was wonderful experience, right? And there are many foreigners, old people. They are coming for trek. After seeing them, you get motivated. Anyway, thank you for your valuable information. Yes. Yeah, thank you.